ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. സൃഷ്ടാവിലേക്ക് അടുക്കുന്ന കാലയളവാണ് നോമ്പ്. യേശു ക്രിസ്തു നമുക്കായി കാൽവറിയിൽ ചൊരിഞ്ഞ സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നോമ്പ്. വചനധ്യാനം, പ്രാർത്ഥന എന്നിവയാൽ രൂപാന്തരത്തിന് വഴിതെറ്റുവായി മാറുകയാണ് ഈ ദിനങ്ങൾ. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി 12-ാം വാക്യം: സ്വർഗത്തിലെ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിപ്പീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ ആദ്യഘട്ടമാണ്. ജനക്കൂട്ടത്തെ കണ്ട് യേശു മലയിലേക്ക് പോയി. കൂടെ ശിഷ്യന്മാരും. എല്ലാവരോടുമായി യേശു കർത്താവ് ഉപദേശിച്ചതാണ് ഈ വേദഭാഗത്ത് പ്രതിപാദിക്കുന്നത്. എപ്രകാരം ഭാഗ്യമുള്ളവരായി അനുദിന ജീവിതത്തിൽ നാം ആയിരിക്കണമെന്നാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത്. ഭൗതിക ജീവിതത്തിൽ എത്ര ധനമുണ്ടായാലും എത്ര സമ്പന്നനായാലും അവസാനം ഒന്നുമില്ലാതെ മണ്ണിൽ ചേരേണ്ടവരാണ് നാം ഓരോരുത്തരും. ആത്മാവിൽ ദരിദ്രരായവർക്ക് മാത്രമേ സ്വർഗരാജ്യം എന്ന മഹാഭാഗ്യാവസ്ഥ ലഭിക്കുകയുള്ളൂ എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ സന്തോഷം മാത്രം മതി എന്ന് പറയുവാൻ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. ജീവിതത്തിൽ കഷ്ടവും പ്രയാസവും വരുമ്പോഴേ നാം ദൈവവുമായി കൂടുതൽ അടുക്കുകയുള്ളൂ. അങ്ങനെ ദുഃഖത്തിലിരിക്കുന്നവർക്ക് മാത്രമേ ദൈവം ആശ്വാസദായകനായി എന്നും കൂടെയുണ്ടാകൂ. വെട്ടിപ്പും തട്ടിപ്പും അഹങ്കാരവും നിഗളവുമുള്ള ഈ സമൂഹത്തിൽ സൗമ്യതയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളാകുവാനായിട്ട് സാധിക്കുമെന്ന് യേശു കർത്താവ് നമ്മോട് പറയുന്നു. വിശക്കുന്നവന് അപ്പമാണ് ദൈവം, ദാഹിക്കുന്നവന് ദാഹജലമാണ് ദൈവം. നീതിക്കായി ദാഹിക്കുന്നവർക്കും വിശക്കുന്നവർക്കും മാത്രമേ ജീവിതത്തിൽ തൃപ്തിയോടെ ജീവിക്കുവാനായിട്ട് സാധിക്കൂ. അവരൻ്റെ വിഷമതകളെ കരുണയോടെ സമീപിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്നും കരുണ ലഭിക്കൂ. പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥനകൾ അർത്ഥശൂന്യമാണ്. ഒരുവനോട് കരുണ കാണിച്ചാൽ ദൈവം കാരുണ്യത്തിന്റെ ഭാഗ്യാവസ്ഥ നമുക്ക് നൽകും. ഇന്ന് ദൈവത്തെ തേടി പലയിടത്തും പല ദേവാലയങ്ങളിലും എല്ലാവരും കയറി ഇറങ്ങുന്നു. എന്നാൽ യേശു കർത്താവ് പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹൃദയത്തിൽ പകയും അസൂയയും അടക്കി വെച്ച് പുറമേ സൗഹൃദം പുലർത്തുന്നവർ എങ്ങനെ ദൈവത്തെ കാണുമെന്ന് നമ്മോട് തന്നെ നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. ചെറിയ പ്രശ്നങ്ങളെ വലിയ പ്രശ്നങ്ങളാക്കി കയ്യടി വാങ്ങിക്കൊടുക്കുന്നവരോട് യേശു കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടായിട്ടും നിങ്ങളെ ആര് ഉപദ്രവിച്ചാലും പഴിച്ചാലും ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ നീതിയുള്ളവരായിരിക്കുമെന്ന് യേശു നമുക്ക് ഉറപ്പു നൽകുന്നു. എപ്രകാരം ഒരു ക്രിസ്ത്യാനി ആയിരിക്കണമെന്നാണ് ഇവിടെ യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിലൂടെ ക്രിസ്തീയ ജീവിത ശൈലിയാണ് ഉടലെടുക്കുന്നത്. ഈ നോമ്പിന്റെ കാലയളവിൽ നമ്മുടെ ജീവിത ശൈലികളെ ഉപേക്ഷിച്ച് ക്രിസ്തീയ ജീവിത ശൈലിയിലൂടെ പുതുക്കം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. സ്വർഗത്തിലെ പ്രതിഫലം നമുക്കായി കാത്തിരിക്കുന്നുവെന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ വലിയവനായ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.